അതല്ലടാ, എൻ്റെ അപ്പച്ചനെ നീ ആയിട്ടുള്ള കൂട്ടുകെട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആള് പറയാം അതുകൊണ്ടാണ് ഞാൻ നന്നാവത്തേന്ന് പറയണ. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ച ഈ സീറ്റ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല അളിയ വണ്ടിയുടെ കേസില്. എന്റെ പൊന്നു മോനെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ വലിയ നാടകക്കാരൻ, അവന്റെ രചനയത്. എന്താ അപ്പച്ച അങ്ങനെ ഒരു വർത്താനം? എന്നോട് ഒന്നും പറയണ്ട. ഞാൻ ആദ്യമായിട്ട് വണ്ടി മേടിച്ചിട്ട് എന്നെയല്ല ആദ്യം കയറ്റിയ. ഞാൻ നിന്നോട് കോയ. എടാ, ഈ ജോണപ്പന്റെ ഒപ്പം നടന്നിട്ട് അപ്പച്ചപ്പ കുട്ടിക്കളിയായതാ. നീ ഇതൊന്നും കാര്യാക്കണ്ട. നിങ്ങളൊക്കെ എന്താ ഒരു വണ്ടി വാങ്ങിച്ചപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണ? സംഭവം കൊള്ളാം. എത്ര ഇടന്നാലും ഒരു 70 കേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചു. 70,000. ഒന്നും നോക്കില്ല. 70,000. ആ മോനെ, എന്റെ നല്ല കാലത്ത് 70,000 ഒരു 5-10 കിട്ടും. ഓ, അതിന് ഇത് പണ്ടത്തെ കാലം ഒന്നല്ല ഡാഡി. ഈ അപ്പച്ച അങ്ങനെ തന്നെയാടാ. ഉപകാരമുള്ള ഒന്നും എടുത്തു വെക്കില്ല. എടുത്തു വെച്ചൊന്നും ഉപകാരം ഉണ്ടാവില്ല. ഇവിടെ എടുത്തു വെച്ചിങ്ങനെ എന്തുട്ടാന്ന് അറിയാം നിനക്ക്? TV ഇല്ലേ കളറില്ലാത്ത, അതിന്റെ ആന്റീന, പിന്നെ DVD പെട്ടി കമ്പ്യൂട്ടറും. ഇത് താമണന്മാർക്ക് വെറുതെ കൊടുത്തപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു 2 മേടിച്ചിട്ടുണ്ടെങ്കിലേ മറച്ചടിച്ചിട്ട് ഞാനിപ്പോ ആരാന്ന് ആരാണ് പറയണത്? ഒരു ഉപകാരം. സോറി. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു. വേലും കൂലിയില്ലാത്ത നീ 70,000 ഒപ്പിച്ചിട്ട് ഒരു വണ്ടി മേടിച്ചല്ലോ. അതിന് ഞാൻ എന്തിനു പണിക്ക് വേണം? അപ്പച്ചൻ പണിക്ക് പോകണില്ലേ? പന്തെനിക്ക് വിദ്യാഭ്യാസ ലോൺ എടുത്തരാൻ വേണ്ടിട്ടേ നമ്മുടെ അക്കൗണ്ട് ജോയിന്റ് ആക്കി ഓർമ്മയുണ്ടാ. അപ്പൊ ഇന്ന് പൊക്കോളൂ. മാസം 2,000 പെർ മന്ത്. പിടിച്ചാ ഞാൻ പിടിക്കില്ല, സ്ക്രാച്ച് ആവും. ഓ, എന്തായാലും നീ എന്റെ കാശ് താങ്ങി വണ്ടി മേടിച്ചു. 2 ആൾക്ക് ഇരിക്കാനുള്ള വണ്ടി വാങ്ങാറുണ്ടടാ. നിനക്ക് സുഖമായിട്ട് നിക്കാന്ന്, സുഖമായിട്ട് ഫ്രണ്ടിൽ നിന്ന് പോവാലോ. ഓടിക്കൊരാളെ നീ ഇവിടെ കേട്ടിട്ട് എന്തിനാ ഫ്രണ്ടിൽ ബ്രേക്ക് ചവിട്ടിട്ട് മൂക്ക് കുത്തി വീഴാനാ? അങ്ങനെ ഇറങ്ങാ പൊക്കോ. ആ, നടക്കട്ടെ. ഇപ്പളാ ഒരു സമാധാനായത്. സുഖമായിട്ടൊന്ന് വണ്ടിയുമ്പോ പോണം. ഇതെന്തിട്ട് തലോണിയാ? നടക്കില്ല കേട്ടോ പരിപാടി. ഓക്കെ, പോവാ. ആഹാ, ഭാഗ്യരിക്കണേക്കാട്ടിലും മുൻപ് തലോണ വെച്ചത്. ഇല്ലെങ്കിൽ ബാക്കിൽ സ്ക്രാച്ച് ആയേനെ. ഇതെന്താ മൊട്ട കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കണേ. അവൻ ആ ട്രാക്ടറുമ്പോ പോയത് കണ്ടിട്ടാ